എന്തായാലും വിശേഷം? നമ്മുടെ ഇക്ക പറഞ്ഞെന്നറിയാം, ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം വന്ന് പറയും. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞെന്നറിയാം, അതിൻ്റെ എൻ്റെ അമ്മയെ വെറുത്തെങ്കിൽ അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ വേറെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. അയ്യോ, വേറെ വഴി പോകണ്ട. ഞാൻ പെട്ടെന്ന് അമ്മ ഇപ്പോഴും ഇനി മക്കള് തള്ളി പറഞ്ഞാലും അമ്മമാരുടെ ഒരു മനസ്സ് ഞാൻ പറയാണ് ഇല്ല. പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. മകൻ അമ്മയെ ഉപദ്രവിച്ച് അമ്മയുടെ ഹൃദയം എടുത്തുകൊണ്ട് ഓടുകയാണ്. അപ്പൊ കാല് തട്ടി, അമ്മേനെ കൊന്നിട്ട് ഹൃദയം എടുത്തുകൊണ്ട് പോവാണ്. അപ്പൊ കാല് തട്ടിയപ്പം ഒരു സങ്കല്പ കഥയാണ്. ആ ഹൃദയം വിളിച്ചു പറഞ്ഞു അത്രേ, മോനെ നോക്കി പോണേ. അതാണ്. അപ്പൊ മൊത്തത്തിൽ എല്ലാവരും ജാതിമത ഭേദമന്യേ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അവരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് അവരെ സങ്കടപ്പെടുത്തിയിട്ട് അവരെ അവഗണിച്ചിട്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നും നേട്ടങ്ങളല്ല. അതെല്ലാം ഒരു മലവെള്ളപ്പാച്ചിൽ കുത്തിയൊലിച്ചു പോകുന്ന പോലെ എല്ലാം പോകും. എല്ലാരും ആ പാഠം പഠിച്ചു വെച്ചു അല്ലേ? ലീലാമ്മ അങ്ങനല്ലേ? പോകാതിരിക്കട്ടെ എന്നാണ് അവരിപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അതെ അതെ അല്ലേ. സന്തോഷം. കുഞ്ഞുങ്ങളല്ലേ, അവര് ജീവിച്ചോട്ടെ. എനിക്ക് ഇനി പ്രായം ചത്തുപോയാലും കുഴപ്പമില്ല, പോട്ടെ. അവര് പക്ഷെ മറക്കാൻ പറ്റത്തില്ല. എനിക്ക് പെൻഷൻ കിട്ടിയാലുണ്ടല്ലോ ഉടനെ അത് നിങ്ങളുടെ പള്ളിയുടെ കത്ത് ഞാൻ സത്യം ചെയ്യാം. പെൻഷൻ കിട്ടിയാൽ 1500 രൂപയും ഈ കൊച്ചുമോക്ക് കൊണ്ട് കൊടുക്കും. എനിക്ക് മരുന്ന് മേടിക്കുന്ന എൻ്റെ മൂത്ത മരുമോനായിരുന്നത്. പള്ളിയിൽ നിങ്ങളൊക്കെ ദൈവ ഒരു അനുഗ്രഹമുള്ള ആളല്ലേ, സത്യമായിട്ടും അങ്ങനെ എൻ്റെ മരുമോനെ എനിക്ക് മരുന്ന് മേടിച്ചത് കിട്ടുന്നതെല്ലാം കൊണ്ട് കൊടുക്കും ഞാൻ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞു കഷ്ടപ്പാടിലൊന്നും അവർക്കൊരു വിലയില്ല. നാളെ ഈ അമ്മ ഇരിക്കുന്ന ഇതേ സ്ഥാനത്ത് അവർ എത്തിച്ചേരും. മുടി നരക്കും, ശരീരം ചുളിയും, ആരോഗ്യം ക്ഷയിക്കും. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ അവര് പോയ വഴിയിലൂടെ, അത് അച്ഛനും അമ്മയും ദുഃഖിച്ച് സങ്കടപ്പെട്ട് പോയ വഴിയിലൂടെ മക്കളും നടക്കും. പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. മകൻ അച്ഛനെ കാലെ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്നപ്പം അച്ഛൻ പറഞ്ഞു അത്രേ, നിർത്ത്, ഇനി അങ്ങോട്ട് എന്നെ വലിക്കരുത്. അപ്പം മകൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ എൻ്റെ അച്ഛനെ ഇവിടം വരെ വലിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചെയ്തതാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട. നമ്മുടെ ഗുളികയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ വിഷമിക്കണ്ട. അതല്ല ഡോക്ടർ എനിക്ക് മുതൽസലാമാണ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. വേദന വരുമ്പം പെട്ടെന്ന് കഴിക്കാൻ ഒരു 20 ഗുളിക എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം 2 ഗുളികയും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരാം. 1300 രൂപ ഉള്ളു എനിക്ക് ആ ഗുളികയ്ക്ക് ഒരു മാസമാകും.